ഹായ്, നമസ്കാരം. ഞാൻ അർമാൻ അഗസ്തി. എൻ്റെ ഇൻഡസ്ട്രിയുള്ള ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് ഞാൻ ലാ ഡെൻസിറ്റിയെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്ന് കൺസൾട്ട് ചെയ്തിരുന്നു ഡോക്ടറെ. അപ്പോൾ അവർ പറഞ്ഞിരുന്നത് സർജറി വേണ്ടി വരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് നെറ്റ് കയറുന്നതാണ് എൻ്റെ പ്രശ്നം. കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും, ചെറുതായിട്ട് നെറ്റ് കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൺസേൺ ആണല്ലോ, നെറ്റ് കയറുക ഒരു ബാലൻസ് ഒക്കെ നമുക്ക് പേടിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ സാർ എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തത് റീപ്ലാന്റേഷൻ സർജറി തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇന്നാണ് എൻ്റെ സർജറി. ഡോക്ടർ ജാദവാണ് സർജറി ചെയ്യുന്നത്. സാറ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു 2500ഓളം ഗ്രാഫ്റ്റ് ഈ ഫ്രണ്ട് ലെയറിൽ വെക്കേണ്ടി വരുന്നതാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. റിയൽ ടൈം FUE സഫയർ മെത്തേഡാണ് ചെയ്യുന്നത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് സർജറി കഴിഞ്ഞിട്ട് കാണാം. എൻ്റെ ഹെയർലൈൻ ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സർജറിക്ക് പോവാണ്. ഹെയർലൈൻ ചെയ്തത് ജാദവ് ഡോക്ടറാണ്. അപ്പോൾ ഇനി സർജറി കഴിഞ്ഞിട്ട് കാണാം. ഇതിൻ്റെ 10th ഡേ ആണ് സർജറി കഴിഞ്ഞിട്ട്. സോ ഇന്നിൻ്റെ ഹെഡ് വാഷ് കഴിഞ്ഞു. ഇവിടുന്ന് ടാബ്ലറ്റ്സ് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു 10 days യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സൈലൻറ്റ് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു 15 minutes കൂടുമ്പോൾ കണ്ടിന്യൂസ്ലി. അപ്പോൾ അതുകൊണ്ട് വാഷ് ചെയ്യുന്ന സമയത്ത് യാതൊരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നില്ല. എനിക്ക് സർജറി സ്റ്റാർട്ട് ചെയ്ത ടൈം ഒരു 3:30 സ്റ്റാർട്ട് ചെയ്തത്. അനസ്തേഷ്യക്ക് ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു. അതല്ലാതെ വേറെ അതിനുശേഷം പെയിൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഡോക്ടറായാലും ജാവേദ് ഡോക്ടറായിരുന്നു ചെയ്തത്. ഡോക്ടറായാലും ടെക്നീഷ്യൻസ് ആയാലും എല്ലാവരും ഭയങ്കര കംഫർട്ടായിരുന്നു. പെയിനും അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫുഡ് തരുന്നുണ്ടായിരുന്നു. സോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പെയിന് മെയിൻ ആയിട്ടുള്ള കാര്യം ആ അനസ്തേഷ്യയുടെ പെയിൻ അല്ലാതെ വേറൊരു പെയിനും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ സർജറി കഴിഞ്ഞ 10 days എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വെജായിട്ടുള്ള ഫുഡാണ് കൂടുതലും യൂസ് ചെയ്തത്. പിന്നെ ചായ, കാപ്പി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. എനിക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ ഫുൾ ട്രിം ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് വിത്തൗട്ട് ട്രിമ്മിങ് മെത്തേഡാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡോണർ ഏരിയ ആയാലും ഒരു ചെറിയ പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും എനിക്ക് എക്സിസ്റ്റിംഗ് ഹെയർ കൊണ്ട് മാനേജ് ചെയ്യാവുന്ന രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. സോ എല്ലാം കൊണ്ടും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ. കാരണം നമുക്ക് വേണ്ട രീതിയിൽ എങ്ങനെയാണ് കംഫർട്ടായ രീതിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. കാരണം ഷൂട്ടുള്ള കാരണം കൊണ്ട് എനിക്ക് ഫുൾ ട്രിം ചെയ്യാൻ പറ്റില്ല. കണ്ടിന്യൂറ്റി ഷൂട്ട് ഉണ്ടാകും. സോ ഹെയറിൻ്റെ കണ്ടിന്യൂറ്റി ഒക്കെ കുറച്ച് പ്രശ്നമായിരിക്കും. സോ അതെല്ലാം കവറപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇവരെനിക്ക് ഈ സർജറി ചെയ്തിരുന്നിരിക്കുന്നത്. സോ ഐ എം സോ ഹാപ്പി. എല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നു എനിക്ക്.